Effects of taxation. Effects means what type of changes happens in the economy because of the tax system and its variations. Okay. Objectives of taxation. Objectives of taxation means regulation of consumption and production, controlling booms and depression. That means the economic fluctuations happens in the economy. ഓക്കെ, അപ്പോൾ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും കൂടി ഈ ടാക്സേഷൻ്റെ ഒബ്ജക്റ്റീവിൽ പെട്ടതാണ്. ഇക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്, ഇനീക്വാലിറ്റീസ് ഓഫ് ഇൻകം, ഇനീക്വാലിറ്റീസ് ഇൻ ദ ഇക്കോണമി, അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇഫക്ട്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ദ ചേഞ്ചസ് ഇൻ ദ ഇക്കോണമി ജനറേറ്റഡ് ബൈ ദ ടാക്സ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് വേരിയേഷൻസ്. ടാക്സ് സിസ്റ്റം വഴിയായിട്ടും അല്ലെങ്കിൽ ടാക്സിൻ്റെ ഇമ്പോസ് ചെയ്യുമ്പോൾ, ഗവൺമെൻറ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഇഫക്റ്റുകൾ ഇക്കോണമിയിൽ സംഭവിക്കാം. ആ സംഭവിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മളിവിടെ പറയല്ലോ എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടാക്സ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തപ്പോൾ എന്ത് തരം ഇഫക്റ്റുകളാണ് ഇക്കോണമിയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ടാക്സേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞത് കൊണ്ട് ആണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സേഷനിൽ പറയുന്നത് ഒന്ന്, കൺസംഷനും പ്രൊഡക്ഷനും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാക്സേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബൂംസ് ആൻഡ് ഡിപ്രഷൻ കൺട്രോൾ ചെയ്യാൻ, ദാറ്റ് മീൻസ് ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇക്കണോമിക് ഗ്രോത്ത്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇക്കണോമിക് ഗ്രോത്ത്, സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് രീതി, റിമൂവിങ് ഇൻഈക്വാലിറ്റീസ് ഇൻ ദ ഇക്കോണമി. ഓക്കെ, അപ്പോൾ ഡാൾട്ടൺ പറയുന്നത് best system of taxation from the economic point of view is that what has the best or the least bad economic effects എന്നുള്ളതാണ്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഇക്കണോമിക് ഇഫക്ട്സുകളും അതുപോലെ തന്നെ വളരെ ബാഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലീസ്റ്റ് ആയിട്ട് സംഭവിക്കേണ്ടതാണ്. കാരണം കൺസംഷനെ വല്ലാതെ ബാധിക്കുന്ന രീതിയിൽ, ഓക്കെ, നമ്മളൊരു ടാക്സ് ഇമ്പോസ് ചെയ്തതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് വളരെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം, സേവിങ്ങിനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം, കൺസംഷനെ അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഒന്നും അവിടെ സംഭവിക്കില്ല. അപ്പോൾ എല്ലാ രീതിയിലും ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ടാക്സുകളുണ്ട്, ഏതൊക്കെ രീതിയിൽ അത് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇമ്പോസ് ചെയ്യുമ്പോൾ ഇക്കോണമിയിലെ ഇഫക്റ്റുകൾ എന്ന് പറയുന്നത് പരമാവധി ഗുഡാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇക്കോണമിയിലെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗവൺമെൻറ് പല രീതികളിലൂടെ റവന്യൂ ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഏറ്റവും ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് വയ ടാക്സേഷനാണ്. അപ്പോൾ ഇക്കണോമിക് ഇഫക്റ്റ് ഓഫ് ടാക്സേഷൻ മേ ബി ഗുഡ് ഓർ ബാഡ്, എങ്കിലും നമുക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ ഇക്കോണമിക്ക് ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ടാക്സ് സ്ട്രക്ചർ, ടാക്സ് സിസ്റ്റം നിലനിൽക്കുകയാണെങ്കിൽ അത് ഇക്കോണമിയുടെ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവൊക്കെ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ രണ്ട് രീതിയിൽ ഇഫക്റ്റ് ഉണ്ടാവാം അല്ലേ, ഗുഡ് ഓർ ബാഡ്, രണ്ട് രീതിയിലും ഇഫക്റ്റുകൾ ഉണ്ടാവാം. അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഫക്ട്സ് ഓഫ് ടാക്സേഷൻ ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത് ഡാൾട്ടൺ പറയുന്നത് 3 ഹെഡ്സിലൂടെ പറയുകയാണ്. ഒന്ന്, ഇഫക്ട്സ് ഓഫ് ടാക്സേഷൻ ഓൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അതർ ഇഫക്ട്സ് ഓഫ് ടാക്സേഷൻ. ഒന്ന് കൃത്യമായിട്ട് പ്രൊഡക്ഷനിലും ഗ്രോത്തിലും സംഭവിക്കുന്നത്, മറ്റൊന്ന് ഡിസ്ട്രിബ്യൂഷനിൽ, മറ്റ് എല്ലാ തരത്തിലുള്ള ടാക്സേഷനായിട്ട് നമ്മളിവിടെ പറയുന്നു. അപ്പോൾ ഇഫക്ട്സ് ഓഫ് ടാക്സേഷൻ ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത്. ടാക്സേഷൻ ഇഫക്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഗ്രോത്ത് ത്രൂ ഫോളോയിങ് 3 ഇഫക്ട്സിലാണ്. അല്ല, പ്രൊഡക്ഷനെയും ഗ്രോത്തിനെയും ബാധിക്കുന്ന എഫക്റ്റുകൾ ഉണ്ടാകുന്ന 3 രീതിയിലാണ്. ഒന്ന്, എബിലിറ്റി ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യാം. ഓക്കെ, ടാക്സേഷൻ ഓഫ് പ്രൊഡക്ഷനും ഗ്രോത്തിലും വരുന്ന ഒരു ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു ആദ്യത്തെയാണ് എബിലിറ്റി ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഡിസയർ ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാം അല്ലെങ്കിൽ ഇഫക്റ്റ് ചെയ്യാം. ഡിസയർ ടു വർക്ക്, ഡിസയർ ടു സേവ്, ഡിസയർ ടു ഇൻവെസ്റ്റ്, ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാം. കമ്പോസിഷൻ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പറയുന്ന ഇഫക്ട്സ് ഓൺ ദ എബിലിറ്റി ടു വർക്ക്, സേവ് ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇപ്പോഴും ടാക്സേഷൻ എന്ന് പറയുന്നത് പർച്ചേസിങ് പവറിൻ്റെ ട്രാൻസ്ഫർ ആണ്. പർച്ചേസിങ് പവറിൻ്റെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ
പർച്ചേസിങ് പവർ ഫ്രം ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ടു ദ ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്രം ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ടു ദ ഗവൺമെൻറ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ വോളിയം അത് കുറയ്ക്കും. ഓക്കെ, ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ വോളിയം കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ആ ഇമ്പോസിഷൻ വരുന്ന രീതി അനുസരിച്ച് മിക്കവാറും ഇൻകത്തിൻ്റെ അളവിൽ മാറ്റം സംഭവിക്കാം. ഓക്കെ, ഇൻകത്തിൻ്റെ അളവ് നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകത്തിൻ്റെ വോളിയം കുറഞ്ഞു വരും. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ലെഫ്റ്റ് ആഫ്റ്റർ ടാക്സ്. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഇൻകം ലെഫ്റ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ടാക്സിൻ്റെ റൈറ്റിൽ വലിയ വർധനവുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ടാക്സിൻ്റെ റൈറ്റ് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം കുറയും. ഡിസ്പോസിബിൾ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യത്തെ എഫക്റ്റ് സംഭവിക്കുക കൺസംഷനിലാണ്, അല്ലേ? പിന്നെ നമുക്കറിയാം സേവിങ്ങിനും അത് ബാധിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്യും. കാരണം ആളുകളുടെ അടുത്ത് അവർ വർക്ക് ചെയ്ത് പണം ഉണ്ടാക്കി, അധ്വാനിച്ച് പണം ഉണ്ടാക്കി ആ പൈസ മുഴുവൻ ഗവൺമെൻറ് ടാക്സ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പോവും. അവരുടെ കൺസംഷൻ പാറ്റേൺ അവർക്ക് പുലർത്താൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അഡ്വൈസിലി എഫക്ട്സ് ദെയർ എഫിഷ്യൻസി ആൻഡ് എബിലിറ്റി ടു വർക്കാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നു, ഓൺ ദ അതർ ഹാൻഡ് ടാക്സ് ഡസ് നോട്ട് എഫക്ട് സോ മച്ച് ദ എബിലിറ്റി ടു വർക്ക് ഓഫ് റിലേറ്റീവ്ലി റിച്ചർ ക്ലാസ്സസ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നില്ല, കാരണം അവർക്ക് ഇനഫ് ഇൻകം ഉണ്ട്. പക്ഷേ പുവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവരുടെ നെസസറി ആയിട്ടുള്ള ഗുഡാണ് പുവർ എപ്പോഴും കൺസംഷൻ നടത്തുക, അല്ലേ? ഇപ്പോൾ ഇവിടെ റിച്ചിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻകത്തിൻ്റെ വലിയൊരു ഭാഗമൊന്നും അവർക്ക് കൺസംഷന് വേണ്ടി ചിലവഴിക്കേണ്ട. വളരെ ചെറിയൊരു ഭാഗം മാത്രം അവർക്ക് നെസസറി ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് മതി. ബാക്കിയുള്ളതൊക്കെ അവർ ചെയ്യാറുള്ള ലക്ഷറി ഗുഡ്സാണ്. അപ്പോൾ അത്രത്തോളം റിച്ചർ ക്ലാസ്സിന് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ലക്ഷറി ഗുഡ്സിൻ്റെ പർച്ചേസിങ്ങിൽ അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന ചിലവുകൾ എക്സ്പെൻഡിച്ചറിൽ ഒരു മാറ്റം വരാം. പക്ഷേ അവരുടെ എബിലിറ്റി ടു വർക്കിനെ അത് എഫക്റ്റ് ചെയ്യുക, എഫിഷ്യൻസീനെ എഫക്റ്റ് ചെയ്യുക ഒന്നും സംഭവിക്കില്ല. പക്ഷേ മറ്റ് ക്ലാസ്സുകളിൽ അങ്ങനെയല്ല. അവർക്ക് ടാക്സേഷൻ വന്നു കഴിഞ്ഞാൽ പുവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീകരമായിട്ടൊരു അവസ്ഥയാണ് സംഭവിക്കുക. കാരണം അവർക്ക് എപ്പോഴും അവരുടെ നെസസിറ്റി അറ്റൈൻ ചെയ്ത് പോകാനായിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഇൻകം ആയിരിക്കാം മിക്കവാറും കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു ഭാഗം ടാക്സേഷനായിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡിറ്ററേറ്റ് ചെയ്യും, നോ ഡൗട്ട്. അതുപോലെ തന്നെ മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയും. ഓക്കെ, അപ്പോൾ അഡ്വൈസിൽ എഫക്റ്റ് ചെയ്യും ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അഡ്വൈസിൽ എഫക്റ്റ് ചെയ്യാം, അഡ്വൈസിൽ എഫക്റ്റ് ചെയ്യാതിരിക്കാം. അഡ്വൈസിൽ എഫക്റ്റ് ചെയ്യാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എബിലിറ്റി ടു വർക്കിന് അഡ്വൈസിൽ എഫക്റ്റ് ചെയ്യാത്ത ഒന്നാണ് ടാക്സ് ഓൺ ലിക്വർ, ഹാംഫുൾ ഡ്രഗ്സ്. അതൊക്കെ അതിൻ്റെ ഒരു ടാക്സ് അങ്ങനെയൊക്കെ ഇമ്പോസ് ചെയ്യുമ്പോൾ അത് അവരുടെ എബിലിറ്റി ടു വർക്കിനെ ഒരു രീതിയിലും അഡ്വൈസിൽ എഫക്റ്റ് ചെയ്യാത്ത ഒന്നാണ്. അപ്പോൾ ടാക്സ് ഓൺ ഇൻകം മേ റെഡ്യൂസ് ദ എബിലിറ്റി ഓഫ് പീപ്പിൾ ടു സേവ്, അല്ലേ? നമ്മൾ ഡിസ്പോസിബിൾ ഇൻകം പറഞ്ഞ് ഇൻകം ലെഫ്റ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് കൺസംഷനിലേക്ക് പോവുക. നമ്മൾ മാക്രോ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അല്ലേ MPC MPS ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെയും നമ്മൾ നോക്കുന്നത് ജനങ്ങളുടെ എബിലിറ്റി ടു സേവ് കുറയാം. കാരണം ആഫ്റ്റർ നമുക്ക് എന്തായാലും ഒരു മിനിമം കൺസ്യൂം ചെയ്യണം, അല്ല? ജീവൻ നിലനിർത്തി പോകുന്ന ഒരു മിനിമം കൺസംഷൻ ഉണ്ട്. ആ മിനിമം കൺസംഷന് വേണ്ടി വരുന്ന തുക കഴിഞ്ഞിട്ട് വേണം സേവ് ചെയ്യാനായിട്ട്. അപ്പോൾ വയ ടാക്സ്, ഇൻകം ടാക്സ് വഴിയിട്ട് കൂടുതൽ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യും, കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്ത് ഇൻകത്തിൻ്റെ വലിയൊരു ഭാഗം കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ അതുതന്നെയാണ് പറയുന്നത്, സേവിങ് എന്ന് പറയുന്നത് ഇൻകത്തിനെ, ഡിസ്പോസിബിൾ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ പ്രോഗ്രസീവ് ടാക്സ് റിഡ്യൂസ് ദ എബിലിറ്റി ഓഫ് റിച്ച്, അല്ലേ? പ്രോഗ്രസീവ് ടാക്സ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടത്, പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനാണ്. അതാണ് പ്രോഗ്രസീവ് ടാക്സ്. അപ്പോൾ പ്രോഗ്രസീവ് ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എബിലിറ്റി ഓഫ് റിച്ച് പീപ്പിൾ റിഡ്യൂസ് ചെയ്യും. എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സേവിങ്സ് ആണ്, അല്ലേ? അപ്പോൾ സേവിങ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. അപ്പോൾ ഇഫ് സേവിങ്സ് ആർ റിഡ്യൂസ്ഡ് ബൈ ടാക്സേഷൻ, എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഈസ് ഒബ്വിയസ്ലി റിഡ്യൂസ്ഡ്, നോ ഡൗട്ട്, അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സേവിംഗ് നിന്നാണെങ്കിൽ സേവിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയാണെങ്കിൽ ഈ പറഞ്ഞ ടാക്സ് ടാക്സ് സിസ്റ്റം വഴിയായിട്ട് സേവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി കുറഞ്ഞു വരുമ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കും. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് സേവിങ്ങിൽ നിന്നാണ്. ഓക്കെ, ദാറ്റ് ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ടാക്സേഷൻ എന്ന് പറയും. ഇനി ഇഫക്ട്സ് ഓൺ ദ ഡിസയർ ടു വർക്ക്, നമ്മൾ നേരത്തെ കണ്ടത് എബിലിറ്റി ടു വർക്കാണ്, അല്ലേ? എബിലിറ്റി ടു വർക്ക് സേവിങ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്.
ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഡിസയർ ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ടാക്സേഷൻ ഇഫക്റ്റ് ഡിസൈർ ടു വർക്കിനെയും സേവിങ്ങിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നത് പ്രൊഡക്ഷൻ വിൽ ഓട്ടോമാറ്റിക്കലി ബി എഫക്റ്റഡ് ഇഫ് ദ ഇൻസെൻറ്റീവ് ഓഫ് ദ പീപ്പിൾ ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ എഫക്റ്റഡ് ബൈ ദ ടാക്സേഷൻ. അപ്പോൾ ഇഫക്ട്സ് ഓഫ് ടാക്സേഷൻ, ഇക്കണോമിക് ഇൻസെൻറ്റീവ്സിന് രണ്ട് ഇതായിട്ട് നമ്മൾ നോക്കുകയാണ്. ഒന്ന് നേച്ചർ ഓഫ് ടാക്സ്, ഒന്ന് സൈക്കോളജിക്കൽ റിയാക്ഷൻ ഓഫ് ദ ടാക്സ് പേയേഴ്സ്. എങ്ങനെ ഇൻസെൻറ്റീവിനെ അത് ബാധിക്കുന്നുള്ളതാണ്. നേച്ചർ ഓഫ് ടാക്സിൽ പറയുന്നത് എല്ലാ ടാക്സിൻ്റെയും അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് ടു ഇൻഡ്യൂസ് പീപ്പിൾ ടു വർക്ക് ആൻഡ് സേവ് മോർ ആണ്. പക്ഷെ സം ടാക്സിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ചില ടാക്സ് രീതികൾ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ ഈവിൾ ഇഫക്ട്സ് ഉണ്ടാവാം, ബാഡ് ഇഫക്റ്റ് ഉണ്ടാവാം. ഓക്കെ, ചിലത് നല്ല രീതിയിൽ ഇഫക്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കാം. ഇപ്പോൾ ടാക്സ് ഓൺ വിൻഫോൾസ്, അതായത് എബ്നോർമൽ പ്രോഫിറ്റ്സ് ഇൻ ഷോർട്ട് പീരീഡിനകത്തുള്ളത്, ഇൻഹെറിറ്റൻറ്റ് ടാക്സ്, സ്പെഷ്യൽ അസസ്മെൻറ്റ്സ് വിൽ നോട്ട് എഫക്ട് ദ ഡിസയർ ടു വർക്ക് ആൻഡ് സേവ്. ഓക്കെ, ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ അസസ്മെൻറ്റ്സിലോ അല്ലെങ്കിൽ വിൻഫോൾ ഗെയിനിലോ ഇതിലൊന്നും വരുമ്പോൾ അത് ഡിസൈർ ടു വർക്കിനെ അത് ഒരു എങ്ങനെ ഈവിളി ഇഫക്റ്റ് ചെയ്യുന്ന ഒന്നുമല്ല. പക്ഷേ ഇൻഹെറിറ്റൻറ്റ് ടാക്സ് ഈസ് പ്രിഫറബിൾ എന്ന് നമ്മളിവിടെ പറയുന്നു. കാരണം പെയ്ഡ് ഔട്ട് ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം, അതാണ് അല്ലേ ടാക്സ് പേ ചെയ്യുന്നത്. പെയ്ഡ് ഔട്ട് ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ഇൻഹെറിറ്റഡ് ആണ്. ഇൻകം ടാക്സിൽ ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് പ്രസൻറ്റ് ഇൻകം ആണ്. പക്ഷേ ഇവിടെ ഇൻഹെറിറ്റൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടാക്സ് പെയ്ഡ് ഔട്ട് ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ഇൻഹെറിറ്റഡ് ആണ്. അപ്പോൾ ഇൻഹെറിറ്റൻറ്റ് ടാക്സ് ഈസ് പ്രിഫറബിൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇൻകം ടാക്സിൽ വരുമ്പോൾ നമ്മുടെ പ്രസൻറ്റ് ഇൻകത്തിൽ നിന്നാണ് അത് കൊടുക്കേണ്ടതായിട്ട് വരിക. ഇപ്പോൾ ടാക്സ് ഓൺ മൊണോപ്പൊളി പ്രോഫിറ്റിൽ നമ്മൾ ഇതാക്കുകയാണ്. പക്ഷേ മൊണോപ്പൊളി പ്രോഫിറ്റിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ പ്രൊഡ്യൂസർക്ക് അറിയാം എപ്പോഴാണ് മൊണോപ്പൊളി പ്രോഫിറ്റ് അല്ലെങ്കിൽ അത്രത്തോളം ഭയങ്കര ഭീകരമായിട്ടുള്ള വരുമാനം മൊണോപ്പൊളി പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ മൊണോപ്പൊളി പ്രോഫിറ്റിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു രീതിയിൽ പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. എവരി പ്രൊഡ്യൂസർ അല്ലേ, നമ്മൾ മാർജിനൽ കോസ്റ്റും അല്ലേ കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ, മാർക്കറ്റിലെ പ്രൈസ് ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മൊണോപ്പൊളി പ്രോഫിറ്റ് അനുസരിച്ച് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ പ്രൊഡക്ഷൻ സെറ്റ് ചെയ്യും. അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് അല്ലേ, ഔട്ട്പുട്ടിലും ഇത് പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിലൊക്കെ അതിനനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യും. മാക്സിമം ആ ഈ പറഞ്ഞ ടാക്സിൽ പ്രോഫിറ്റിൽ ടാക്സ് ഇമ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബെറ്റർ വേ എന്ന് പറയുന്നത് ടാക്സ് ഫ്രം മൊണോപ്പൊളി പ്രോഫിറ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ടാക്സ് ഓൺ മൊണോപ്പൊളി പ്രോഫിറ്റിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ടു പേ ടാക്സ് ഫ്രം മൊണോപ്പൊളി പ്രോഫിറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ അവർ പ്രൊഡക്ഷനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് പ്രൊഡക്ഷൻ കുറച്ചിട്ട് ഈ പറഞ്ഞ മൊണോപ്പൊളി പ്രോഫിറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിഡക്ഷൻ ഓഫ് ടാക്സ് ഓൺ മൊണോപ്പൊളി പ്രോഫിറ്റ് എന്ന് പറയുന്നത് വുഡ് ഇൻക്രീസ് ഈസ് ഡിസയർ ടു വർക്ക് ആൻഡ് സേവ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പോസിറ്റീവ് ഇഫക്റ്റാണ്. അതർവൈസ് ജനങ്ങളെ അങ്ങനെ ഒരു ഇൻസെൻറ്റീവ്സ് ഫീൽ ചെയ്യാത്ത രീതിയിൽ വരും എന്നുള്ളതാണ് അല്ലേ. നമ്മളിവിടെ പറയുന്നത് ഡിസയർ ടു വർക്ക് ആൻഡ് സേവ് ആണ്. അപ്പോൾ ഇവിടെ ആ പറഞ്ഞ മൊണോപ്പൊളി പ്രോഫിറ്റിൽ നിന്ന് റിഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്ക് ചെയ്യാനും സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. കമ്മോഡിറ്റി ടാക്സ് GSTയിൽ ഇമ്പോസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദ ഡിസൈർ ടു വർക്ക് ആൻഡ് സേവ്. കാരണം ഒരു വലിയൊരു എമൗണ്ട് ഈ ആളുകളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോവാണ് കമ്മോഡിറ്റി ടാക്സേഷനായിട്ട്. അപ്പോൾ സേവിങ് റെഡ്യൂസ് ചെയ്യാം അല്ലേ. നമ്മളൊരു കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ വലിയൊരു എമൗണ്ട് ടാക്സും അതൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ആളുകൾക്ക് ഒരു വർക്ക് ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സേവ് ചെയ്യാനായിട്ടുള്ള രീതിയോ ഒക്കെ ആളുകൾക്ക് ഒരു മടുത്തു പോകും. ഓക്കെ, ഇമ്പോർട്ട് ഡ്യൂട്ടി ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് വരാം. കാരണം ഇൻക്രീസ് ദ ഡിസൈർ ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം പീപ്പിൾ മേ ഇൻവെസ്റ്റ് മോർ ഇൻ പ്രൊഡക്ഷൻ ഓഫ് ദോസ് ഗുഡ്സ് വിച്ച് ആർ ഇമ്പോർട്ടഡ്. ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വസ്തുവിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ഗുഡിൻ്റെ കൺസംഷനിൽ ഡിമാൻഡിൽ ഒക്കെ കുറവ് വരുത്താം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പെർട്ടിക്കുലർ കമ്മോഡിറ്റി അല്ലേ പീപ്പിൾ ഇൻവെസ്റ്റ് മോർ ഇൻ പ്രൊഡക്ഷൻ ഓഫ് ദോസ് കമ്മോഡിറ്റീസ് വിച്ച് ആർ ഇമ്പോർട്ടഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അത് ഒരു നല്ല രീതിയിൽ ആളുകൾക്ക് ഇമ്പോസ് ചെയ്യാം എന്നുള്ളതാണ്. ഇമ്പോർട്ട് ഡ്യൂട്ടി മേ ഇൻക്രീസ് ദ ഡിസൈർ ടു വർക്ക്, സേവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ലോ എക്സ്പോർട്ട് ഡ്യൂട്ടിയാണ് മേ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ. സോ ഇറ്റ് ഈസ് നേച്ചർ ഓഫ് ടാക്സ് വിച്ച് ഡിറ്റർമൈൻസ് ഈസ് എഫക്റ്റ് ഓൺ പ്രൊഡക്ഷൻ.
എക്സ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുകയാണെങ്കിൽ അവരുടെ ഇൻകത്തിൽ അത് വർധനവ് കൊണ്ടുവരുത്തും. ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുകയാണെങ്കിൽ ആ ജനങ്ങളുടെ അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ അങ്ങനെയുള്ള കമ്മോഡിറ്റി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടുള്ള താല്പര്യങ്ങൾ വരാം. കാരണം ഇമ്പോർട്ട് ഡ്യൂട്ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് പ്രൈസിൽ മാറ്റങ്ങൾ സംഭവിക്കും. പ്രൈസിൽ അതിൻ്റെ ഇൻക്രീസിങ് ഉണ്ടായിരിക്കും. പ്രൈസിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് കുറയപ്പെടും. അതാണ് ഇവിടെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇവിടെ കൂടും എന്നുള്ളത് പറയുന്നത്. സെയിം കമ്മോഡിറ്റിയിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി ആളുകളെ സംബന്ധിച്ചിടത്തോളം, എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വെൽത്തിലെ ഇൻക്രീസിങ് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. ഇഫ് ഇൻഫ്ലുവൻ ടാക്സും വെൽത്ത് ടാക്സും ഹൈലി പ്രോഗ്രസീവ് ആണെങ്കിൽ ഇറ്റ്സ് എ ഡിസൈഡ് ടു വർക്കാണ്. കാരണം വെൽത്തും ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റിലും ഭയങ്കരമായിട്ടുള്ള വർധനവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് തോന്നുമല്ലോ എത്ര സമ്പാദിക്കുന്നു അതിനനുസരിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തും. എന്തിനാണ് ഇപ്പോൾ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹൈലി പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഡിസ്കറേജസ് ടാക്സ് പേയേഴ്സ് ഫ്രം വർക്കിംഗ് ഹാർഡ് ആൻഡ് സേവിങ് മോർ. അപ്പോൾ ഹൈലി പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത് അത്രത്തോളം നല്ലതല്ല. കാരണം അപ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം അല്ല, പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റമാണ് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അത് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അല്ലേ. ജനങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിഗ്രസീവ് ടാക്സ് സിസ്റ്റം ആണെങ്കിൽ അവരുടെ ഇൻകത്തിൻ്റെ മേജർ പാർട്ടും ടാക്സ് ആയിട്ട് പോകും. ഇപ്പോൾ പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം നമുക്ക് അത് പൊട്ടയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഹൈലി പ്രോഗ്രസീവ് ടാക്സസ് ആണെങ്കിൽ, ഇപ്പോൾ ഹൈലി പ്രോഗ്രസീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഷോ ചെയ്യുന്ന ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് ഗുണകരമായിരിക്കില്ല. വെൽത്ത് ഇഫക്റ്റിന് അത് ലെസർ ഇഫക്റ്റ് ഓൺ ദ ഡിസൈഡ് ടു വർക്ക് ദാൻ ഇൻകം ടാക്സ്. അപ്പോൾ വെൽത്ത് ടാക്സിലായിരിക്കും കുറവുകൂടി നല്ലത്. ഡയറക്റ്റ്ലി ആ റിവാർഡിനെ എഫക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. എക്സ്പെൻഡിച്ചർ ടാക്സ് ആണെങ്കിൽ ഫേവറബിൾ ഇഫക്റ്റ് ഓൺ ദി ഡിസൈഡ് ടു വർക്ക് ആണ് ആൻഡ് സേവ് ദാൻ ഇൻകം ടാക്സ് അല്ലേ. ഫേവറബിൾ ഇഫക്റ്റ് ഓൺ ഡിസൈഡ് ടു വർക്ക് ആൻഡ് സേവ് ദാൻ ഇൻകം ടാക്സ്. പ്രോഗ്രസീവ് എക്സ്പെൻഡിച്ചർ ടാക്സ് ആണെങ്കിൽ ഇവിടെ പറയുന്നത് വിൽ ഡിസ്കറേജ് വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ ഓൺ കൺസംഷൻ ആൻഡ് എൻകറേജ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോഗ്രസീവ് എക്സ്പെൻഡിച്ചർ ടാക്സ് ആണെങ്കിൽ അപ്പോൾ തോന്നിയ പോലെ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചറുകൾ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറച്ച് അതൊക്കെ സേവ് ചെയ്യാനായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരും. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ എക്സ്പെൻഡിച്ചർ ടാക്സ് ജനറേറ്റ് ഡീഫ്ലേഷണറി ടെൻഡൻസീസ് ആണ്. ഓക്കെ, ഈ ഡെവലപ്ഡ് ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന ഡീഫ്ലേഷണറി ടെൻഡൻസീസ് ഉണ്ടാക്കും. കാരണം ആളുകൾ ആരും പർച്ചേസ് ചെയ്യാനായിട്ട് മുതലാതാകുമ്പോൾ അത് ഇക്കോണമിയിലെ വസ്തുക്കൾ അല്ലേ എക്സസ് ആവാനും സർപ്ലസ് ആവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ജനങ്ങളൊന്നും വാങ്ങുന്നില്ല, ജനങ്ങൾ താല്പര്യപ്പെടാതെ എങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു ഡീഫ്ലേഷണറി ടെൻഡൻസി ഡെവലപ്ഡ് ഇക്കോണമിയിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഈ എക്സ്പെൻഡിച്ചർ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ, കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഫർദറായിട്ടുള്ള ഇൻകം ജനറേഷനൊക്കെ അത് നെഗറ്റീവായിട്ടാണ് ഇഫക്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓഫ്സെറ്റ് ബൈ ആൻ ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ വെൽത്ത് ടാക്സിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡീഫ്ലേഷണറി പ്രഷർ അല്ലെങ്കിൽ ടെൻഡൻസി ഇക്കോണമി ഷോ ചെയ്യും ഡെവലപ്ഡ് ഇക്കോണമിയിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് സംഭവിക്കുന്ന പറഞ്ഞാൽ പിന്നെ ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ സംഭവിക്കില്ല. കാരണം ഫർദറായിട്ട് ഇൻകം ജനറേഷൻ കുറയാം. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യാണ്ടാകുമ്പോൾ സേവ് ചെയ്യുന്നുണ്ടാവില്ല. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഉപകരിക്കില്ല. മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്ത കമ്മോഡിറ്റീസ് വരെ ഡിമാൻഡ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിന് ആളുകളും മുതിരില്ല. അപ്പോൾ അത് മറികടക്കണമെങ്കിൽ ഓഫ്സെറ്റ് ബൈ ആൻ ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകും. അപ്പോൾ അത് പ്രശ്നം പറ്റുന്നത് പ്രോഗ്രസീവ് എക്സ്പെൻഡിച്ചർ ടാക്സ് വരുമ്പോൾ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം എൻ്റെ എക്സ്പെൻഡിച്ചർ സ്റ്റൈലിലെ വർധന വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ ടാക്സ് കൊണ്ടു വരും. അപ്പോൾ അത് ഇക്കോണമിയിൽ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇഫക്റ്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. സൈക്കോളജിക്കൽ റിയാക്ഷൻ ഓഫ് ദ ടാക്സ് പേയേഴ്സ്. അപ്പോൾ ഒരു ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ടാക്സ് അനൗൺസ് ചെയ്യുമ്പോൾ ടാക്സ് പേയർ ഇമീഡിയറ്റ്ലി പെട്ടെന്ന് അദ്ദേഹം ചിന്തിക്കുന്നത് ഇത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തോന്നുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് സേവ് ചെയ്യുന്നത് അല്ലേ. ഒരു പെട്ടെന്ന് ഇമ്പോസിഷൻ ഓഫ് ടാക്സ്, എല്ലാത്തിനും ടാക്സ് ഇമ്പോസ് ചെയ്യാണ് അല്ല, എങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ഡിസിൻസെൻറ്റീവ് ആവരുത് എന്നുള്ളതാണ് ഏതൊരു ടാക്സും ഇമ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ഫർദറായിട്ട് വർക്ക് ചെയ്യാനോ സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനോ ഒന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഡിസിൻസെൻറ്റീവ് ഇഫക്റ്റ് ഓഫ് ടാക്സ് ഓൺ ദ ടാക്സ് പേയേഴ്സ് വില്ലിങ്നെസ് ടു വർക്ക് ആൻഡ് സേവിനെയാണ് നമ്മൾ അനൗൺസ്മെൻറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അനൗൺസ്മെൻറ്റ് ഇഫക്റ്റ് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ അൻ അനൗൺസ്മെൻറ്റ് ഇഫക്റ്റ്? ഇറ്റ് മീൻസ്
This incentive effect of a tax on the taxpayers willingness to work and save, അതിനെയാണ് നമ്മൾ അനൗൺസ്മെൻറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇൻകം ആണ്. ടാക്സ് വിൽ റെഡ്യൂസ് ഡിസൈർ ടു വർക്ക് ഇഫ് ദ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇൻകം ഈസ് വെരി ഹൈ. അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് വളരെ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ റെഡ്യൂസ് ദ ഡിസൈർ ടു വർക്ക് നിൽക്കും. ഡിസയർ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് കുറയാം. പിന്നെ ഒന്ന് പറഞ്ഞിട്ട് ടാക്സ് വിൽ ആക്ട് ആസ് എൻ ഡിസിൻസെൻറ്റീവ് ടു വർക്ക് ഇഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇൻകം ഈസ് ഹൈലി ഇൻഇലാസ്റ്റിക്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു മെഷർ ദി ഇലാസ്റ്റിറ്റി ഓഫ് ഇൻകം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു മെഷർ ദി ഇലാസ്റ്റിറ്റി ഓഫ് ഇൻകം. ഇലാസ്റ്റിറ്റി ഓഫ് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആളുകളുടെ വർക്ക് ഇൻസെൻറ്റീവ് നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇഫക്ട്സ് ഓൺ ദ കമ്പോസിഷൻ ഓഫ് പ്രൊഡക്ഷൻ. കമ്പോസിഷൻ ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് ലൊക്കാലിറ്റീസ് ആണ്. ഇപ്പോൾ ബർഡൻ ഓഫ് ടാക്സ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൻ്റെ മുകളിലാണ് കൂടുതൽ ഇമ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീടുള്ള പ്രൊഡക്ഷൻ സംഭവിക്കാതിരിക്കാനായിട്ടുള്ള കാരണമായിട്ട് മാറാം, അല്ലേ? പ്രൊഡക്ഷൻ കുറയ്ക്കാം. പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിൻ്റെ മുകളിൽ ടാക്സ് കൂടുതൽ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ പിന്നീട് ഫർദർ പ്രൊഡക്ഷൻ ഇല്ലാത്ത രീതിയിലേക്ക് അത് മാറ്റപ്പെടാം. അപ്പോൾ ടാക്സ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി, ടാക്സ് ചുമത്തപ്പെടുന്ന ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കുറയും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ? ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് പറഞ്ഞിരുന്നപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലേ, ഇനീഷ്യൽ ബേർഡൻ വന്ന വ്യക്തി അത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കും. ഫർദർ ഷിഫ്റ്റിംഗ് സംഭവിക്കാതിരിക്കുമ്പോൾ എന്തുണ്ടാവും? അവസാനം ആരാണോ അതിൻ്റെ ഇൻസിഡൻസ് അദ്ദേഹത്തിനായിരിക്കും കിട്ടുക, ഫൈനൽ മണി ബേർഡൻ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ടാക്സ് ചുമത്തപ്പെടുന്ന ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും കുറയും. അതുകൊണ്ടാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോൺസിക്വൻസ് ആയിട്ട് ഇവിടെ പറഞ്ഞത് ഈ ഇക്കണോമിക് റിസോഴ്സസ് വിൽ ബി ഡൈവേർട്ടഡ് ടു ദ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ദോസ് കമ്മോഡിറ്റീസ് വിച്ച് ആർ നോട്ട് സബ്ജക്റ്റ് ടു ടാക്സേഷൻ. ഓക്കെ, അതിൻ്റെ പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്ത കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയും. കാരണം ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഫർദറായിട്ട് സംഭവിക്കാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഡിമാൻഡ് അവോയ്ഡ് ചെയ്യുമ്പോൾ അവർ അവോയ്ഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ അതിനു വേണ്ടി ചിലവഴിച്ചിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന റിസോഴ്സസ് സംഭവിച്ചിടത്തോളം ടാക്സ് ഇമ്പോസ് ചെയ്യാത്ത കമ്മോഡിറ്റിയിലേക്ക് അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ബിക്കോസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആണ്. അപ്പം മാക്സിമം ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് ഒരു ഇക്കോണമിയും വെൽഫെയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഡൈവേർഷൻ ഓഫ് റിസോഴ്സസ് മേ ചേഞ്ച് ദ കമ്പോസിഷൻ ആൻഡ് പാറ്റേൺ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഇൻഡസ്ട്രീസ്, അല്ലേ? അത് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. മറ്റൊരു രീതിയിൽ ഈ പറഞ്ഞ റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ ഡൈവേർഷൻ സംഭവിക്കുമ്പോൾ കമ്പോസിഷൻ ആൻഡ് പാറ്റേൺ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഇൻഡസ്ട്രിയിലും ആ മാറ്റങ്ങൾ സംഭവിക്കും. ടാക്സ് ഓൺ ഹാംഫുൾ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ലക്ഷറീസിൽ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഒരു കൺസംഷനും പ്രൊഡക്ഷനും ഡിക്ലൈൻ ചെയ്യാം. പക്ഷേ ഡൈവേർഷൻ ഓഫ് റിസോഴ്സസ് കൺസ്യൂമർ ഗുഡ്സിലേക്ക് ഈ പറഞ്ഞ റിസോഴ്സസിൻ്റെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ മാറ്റങ്ങൾ വരുമ്പോൾ ആ ഒരു സെക്ഷൻ അതിൻ്റെ സ്റ്റിമുലേഷൻ അവിടെ സംഭവിക്കാം. മറ്റൊന്നിൽ ഡിക്ലൈൻ സംഭവിക്കുന്നു. ഹാംഫുൾ കമ്മോഡിറ്റീസിലേക്കും അതുപോലെ തന്നെ ലക്ഷറീസിലേക്കും അതിൻ്റെ ഉള്ളിൽ കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ കൺസംഷനും കുറയാം. പക്ഷേ ഡൈവേർഷൻ ഓഫ് റിസോഴ്സസ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് വിൽ ബി സ്റ്റിമുലേറ്റ്. ഓക്കെ, ആ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹാംഫുൾ കമ്മോഡിറ്റീസിലും ലക്ഷറീസിലും ടാക്സ് ഇമ്പോസ് ചെയ്തതാണ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഒരു കാരണമായിട്ട് മാറുന്നത്. ഓക്കെ, പിന്നെയാണ് നമ്മുടെ പറഞ്ഞത് കൺസെഷണൽ ടാക്സേഷൻ ഓഫ് ഹൈ പ്രയോറിറ്റി ഇൻഡസ്ട്രീസ്, heavier taxation of non-priority industries may encourage diversion of resources from non-priority to high priority industries. അത് നമ്മൾ മുൻപേ കണ്ടിട്ടുണ്ടായിരുന്നു. ടാക്സിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്പെൻഡിച്ചർ വരുമ്പോൾ അപ്പോൾ എല്ലാത്തിനും ഒരു പ്രയോറിറ്റി ഉണ്ട്. സൊസൈറ്റിയുടെ പ്രയോറിറ്റി, വെൽഫെയർ പ്രയോറിറ്റി ഒക്കെ നോക്കുമ്പോൾ ഹൈ പ്രയോറിറ്റി ഇൻഡസ്ട്രീസിൽ കൺസെഷണൽ ടാക്സേഷൻ കൊടുക്കുകയും നോൺ പ്രയോറിറ്റി ഇൻഡസ്ട്രീസിലേക്ക് കൂടുതൽ ടാക്സേഷൻ കൊണ്ടുവരുകയും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് അവിടെ ഗവൺമെൻറ് പുലർത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻസ് കുറയാം. മാത്രമല്ല അവിടെ ഉപയോഗിക്കപ്പെടുന്ന റിസോഴ്സുകൾ ഡൈവേർഷൻ നടത്തി ഹൈ പ്രയോറിറ്റി ഇൻഡസ്ട്രീസിലേക്ക് മാറ്റപ്പെടും. ഓക്കെ, അപ്പോൾ ഹെവി ടാക്സേഷൻ, ഇപ്പോൾ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ ഹെവി ടാക്സേഷൻ ഓഫ് നെസസിറ്റീസ് മേ എൻകറേജ് ഫ്ലോ ഓഫ് റിസോഴ്സസ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ലെസ് നെസസറി ആർട്ടിക്കിൾസ് ഓഫ് ലക്ഷറീസ്. ശരിക്കും നേരെ തിരിച്ചാണ് വരേണ്ടത്. നെസസറി ആയിട്ടുള്ള കമ്മോഡിറ്റീസിലേക്കാണ് കൂടുതൽ പ്രൊഡക്ഷൻ വരികയും അത് അത്രത്തോളം വലിയൊരു പ്രൈസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ആളുകൾക്ക് കിട്ടണം. അപ്പോൾ വലിയൊരു ഹെവി ടാക്സ് അതിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫാൾ ചെയ്യും. ഓക്കെ, മോണോപ്പൊളി പ്രോഫിറ്റ് ലെവൽ പറയുന്നത് വിൽ ന്യൂട്രൽ എനി ഇറ്റ്സ് ഇഫക്ട്സ് ആൻഡ് ദെർഫോർ ദെർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ്റെ നമ്മൾ പറയുന്നത് ടാക്സേഷൻ ഓൺ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദ മാക്രോ ഗോൾസ് ഓഫ് എനി ഗവൺമെൻറ്. That means distributive justice means growth in the economy should be shared equally by all sections of the people. അപ്പോൾ ഇൻഈക്വാലിറ്റീസ് കുറയാനായിട്ട് ഇൻകം ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ഇൻഈക്വാലിറ്റി ഇക്കോണമിയിൽ കുറയാനായിട്ടുള്ള വലിയൊരു കാരണമായിട്ട് മാറും. ഇപ്പോൾ ടാക്സേഷൻ്റെ വലിയൊരു ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു ലെവലിംഗ് ഡൗൺ ദ വെൽത്ത് ആൻഡ് ഇൻകം ഓഫ് ദ റിച്ച്. ടാക്സേഷൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലെവലിംഗ് ഡൗൺ ദ വെൽത്ത് ആൻഡ് ഇൻകം ഓഫ് ദ റിച്ച്. Taxation diverts the wealth of the rich for funding the programs of public expenditure. അത് എൻറ്റയർ ഇക്കോണമിക്ക് എൻറ്റയർ കമ്മ്യൂണിറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് നിൽക്കണം. അപ്പോൾ ടാക്സേഷൻ എപ്പോഴും വെൽത്ത് ഡൈവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡീവിയേഷൻ അത് മറ്റൊരു ഇതിലേക്ക് ഡൈവേർഷനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, എൻറ്റയർ കമ്മ്യൂണിറ്റിയുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചറിലേക്ക് അത് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. റിച്ചിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് വരും. ഗവൺമെൻറ് അതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോജക്ട്സിലേക്കോ അല്ലെങ്കിൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള പ്രോജക്റ്റിലേക്കോ അത് ഉപയോഗപ്പെടുത്താം. പബ്ലിക് എക്സ്പെൻഡിച്ചർ അച്ചീവ് ചെയ്യുന്നൊരു ഗോളിന് ത്രൂ ദ ലെവലിംഗ് അപ്പ് ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം ഓഫ് ദ പുവർ പീപ്പിൾ. പബ്ലിക് എക്സ്പെൻഡിച്ചറിലൂടെ ലെവലിംഗ് അപ്പ് ഓഫ് ദ വെൽത്ത് ആൻഡ് ഇൻകം ഓഫ് ദ പുവർ പീപ്പിൾ സംഭവിക്കാം. കാരണം ഇവിടെ വെൽത്ത് ടാക്സ് റിച്ചിൻ്റെ മേലെ കൂടുതലും കൂടി ഇമ്പോസ് ചെയ്യുമ്പോൾ വെൽത്തും ഇൻകവും ലെവലിംഗ് സംഭവിക്കാം. കാരണം ഈക്വലിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നതാണ് ഒരു ഈ ഗവൺമെൻറ്റിൻ്റെയും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കോണമിയിൽ ഇൻഈക്വാലിറ്റീസ് കുറയാനായിട്ട് ഈ പറഞ്ഞ ടാക്സേഷൻ എപ്പോഴും നല്ലതാണ്. അപ്പോൾ വല്ലാത്ത രീതിയിലുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ഭയങ്കര മാറ്റങ്ങളുള്ള അല്ലെ ഹൈ പ്രോഗ്രസീവ് ടാക്സേഷനൊക്കെ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് നെഗറ്റീവ് ഇഫക്റ്റാണ് ഇൻകം റേസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടൊക്കെയുള്ള താല്പര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് പ്രോഗ്രസീവ് ടാക്സ് ഒക്കെ നല്ലതാണ്, റിച്ചിലെ ഇൻകത്തിലൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു ഹെവി ആയിട്ട് ഇമ്പോസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇഫക്ട്സ് ഓഫ് ടാക്സേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അനലൈസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് നേച്ചർ ഓഫ് ടാക്സ് ആൻഡ് ടാക്സ് റേറ്റ്സ് ആൻഡ് കൈൻഡ്സ് ഓഫ് ടാക്സസ്. നേച്ചർ ഓഫ് ടാക്സ് ആൻഡ് ടാക്സ് റേറ്റ്സ്, അപ്പോൾ അതിൻ്റെ നേച്ചർ അനുസരിച്ച് ടാക്സ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൊപ്പോർഷണൽ, പ്രോഗ്രസീവ് ആൻഡ് റിഗ്രസീവ്. റിഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇൻക്രീസസ് ഇൻ ഇൻഈക്വാലിറ്റീസ്. നമുക്കറിയാം റിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഇൻകം ഗ്രൂപ്പിൻ്റെ മേലാണ് അത് കൂടുതൽ ഇമ്പോസ് ചെയ്യുക. കാരണം ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്യുന്നതോറും ടാക്സ് റേറ്റ് കുറഞ്ഞു വരുന്ന രീതി. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും റിഗ്രസീവ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ റിഗ്രസീവ് ടാക്സ് ഇൻക്രീസസ് ഇൻഈക്വാലിറ്റീസ് ബിക്കോസ് ഇറ്റ് ഫോൾസ് ഹെവിലി ഓൺ ദ പുവർ സെക്ഷൻ. പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഈക്വാലിറ്റീസ് റിഡ്യൂസ് ചെയ്യാം. എന്നാൽ ഹൈലി പ്രോഗ്രസീവ് ആയിട്ടുള്ള ടാക്സ് വന്നു കഴിഞ്ഞാൽ വർക്കിംഗ് എബിലിറ്റി കുറയ്ക്കാമെന്നുള്ളതാണ്. പക്ഷേ ഹിയർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഈക്വാലിറ്റി കുറയ്ക്കുന്നതിൽ പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഇനി ഇൻകത്തിലും പ്രോപ്പർട്ടിയിലും ഇൻഹെറിറ്റൻസും അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് ലക്ഷറി ആർട്ടിക്കിളിലൊക്കെ ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആവുന്നത് നല്ലതാണ്. പ്രോഗ്രസീവ് നേച്ചർ ആയിരിക്കണം എന്നുള്ളതും കൂടിയാണ്. ടാക്സ് ഓൺ ആർട്ടിക്കിൾസ് ഓഫ് ജനറൽ കൺസംഷൻ ആർ റിഗ്രസീവ് ഇഫക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ടാക്സ് സിസ്റ്റം ഷുഡ് ബി പ്രോഗ്രസീവ് ആണ്, ബട്ട് ഇറ്റ് മേ ടെൻഡ് ടു റിഡ്യൂസ് പ്രൊഡക്ഷൻ ആൻഡ് അഡ്വേഴ്സ്ലി എഫക്ട് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഇംപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഓൾ ഇൻകം എബവ് എ സെർട്ടൺ ലെവൽ ഷുഡ് ബി
ബ്രോട്ട് ഡൗൺ ടു ദാറ്റ് ലെവൽ ത്രൂ ടാക്സേഷൻ. അതാണ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്നത് നമ്മളിവിടെ പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് ഇൻകം എബവ് എ സർട്ടൻ ലെവൽ ഷുഡ് ബി ബ്രോട്ട് ഡൗൺ ടു ദാറ്റ് ലെവൽ ത്രൂ ടാക്സേഷൻ. അപ്പോൾ പ്രൊഡക്ഷനെ അഡ്വൈസിൽ അത് എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഇവിടെ ഒരു വേർഡും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാക്സസ് ഷുഡ് നോട്ട് ബി സിവിയർലി പ്രോഗ്രസീവ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് adversely affected the production and saving and working attitude of the rich section. Kinds of taxes, all taxes can be divided into direct and indirect taxes. Indirect tax and distribution പറയുന്ന ഇവിടെ ഇൻഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അല്ലേ, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ കമോഡിറ്റിയിൽ ആണ് ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ദെയർ ഇഫക്റ്റ് എന്ന് പറയുന്നത് റിഗ്രസീവ് ആണ്. ബട്ട് ടാക്സസ് ഫോൾ ഹെവിലി ഓൺ പുവർ ആണ്. കാരണം ഇൻഡയറക്റ്റ് ടാക്സിൽ ഹെവിലി ഫോൾ ഓൺ പുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺസംഷൻ അവർക്ക് നടത്തേണ്ടിയിട്ട് വരും. അത് അപ്പോൾ നമ്മൾ ശരിക്കും ഇൻകം ഇല്ലല്ലോ, അതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നെസസറി ഗുഡ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അവരുടെ വളരെ ചെറിയൊരു ഇൻകം ലെവലിൽ നിന്നാണ് അവർ അത് വാങ്ങേണ്ടത്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പേഴ്സിനെ അത് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കാം. കാരണം അവർ ഇൻകത്തിലാണ് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് അത്രത്തോളം ഇൻകം ഇല്ല. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുകയും അത് വലിയ ഡയറക്റ്റ് ടാക്സിലൊക്കെ ഇമ്പോസിഷൻ കൂട്ടുകയാണെങ്കിൽ ഈ പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതർവൈസ് ആ പറയുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പോലും അവർക്ക് പറ്റില്ല. അപ്പോൾ കമ്പയർ ടു ദ ജനറൽ പബ്ലിക് പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നല്ലതൊന്നുമല്ല. അപ്പോൾ GST cannot be made progressive because it is difficult to find out whether the buyer rich or poor. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. നമുക്കിപ്പോൾ അവർ വാങ്ങുന്ന ആളുകൾ റിച്ച് ആണോ പോറാണ്, അതിനനുസരിച്ച് നമുക്ക് മാറ്റം പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് GST cannot be made progressive എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് വെദർ ദ ബയർ റിച്ച് ഓർ പുവർ. അപ്പോൾ ഒരു റിഗ്രസീവ് ഇഫക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ഫോൾ ഹെവിലി ഓൺ പുവർ ആണ്. ഹെവി എക്സൈസ് ഡ്യൂട്ടീസ് അല്ലേ, ഇത് GSTയിൽ പ്രോഗ്രസീവ് ആവരുത് എന്നുള്ള തരത്തിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. Heavy excise duties on luxury goods and low taxes on essential goods of mass consumption can achieve a favorable distributional effect. അത് എങ്ങനെയൊക്കെയാണ്? രണ്ട് രീതിയിൽ. ഒന്ന്, ലാർജ് റവന്യൂ കളക്ട് ചെയ്യുന്നത് ഫ്രം റിച്ച് ആൻഡ് സ്പെൻഡ് ഫോർ സബ്സിഡൈസിങ് ഫുഡ്, ക്ലോത്ത്, ഹൗസസ് ഫോർ ദ പുവർ ആണ്. അപ്പോൾ ലാർജ് റവന്യൂ റിച്ചിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് ഫുഡ് സബ്സിഡി ലെവലിൽ ഫുഡ് കൊടുക്കാനും ക്ലോത്ത് കൊടുക്കാനും ഹൗസസൊക്കെ പേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രോജക്റ്റുകളിലേക്ക് ഈ പണം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹെവി എക്സൈസ് ഡ്യൂട്ടീസ് ഓൺ ലക്ഷറി ഗുഡ്സ് ആൻഡ് ലോ ടാക്സസ് ഓൺ എസെൻഷ്യൽ ഗുഡ്സ് ഓഫ് മാസ് കൺസംഷൻ ഇക്കോണമിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഇഫക്റ്റ് ഫേവർ ആക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡൈവേർഷൻ ഓഫ് റിസോഴ്സസ് ഫ്രം പ്രൊഡക്ഷൻ ടു ലക്ഷറീസ് ടു എസെൻഷ്യൽ ഗുഡ്സ്. Diversion of resources from production of luxuries to essential goods. Heavy taxes on goods produced by large scale industries. Capital intensive ആയിട്ടുള്ള രീതികൾ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് അവിടെ വരികയാണെങ്കിൽ ഫേവറബിൾ ഇഫക്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറഞ്ഞു. കാരണം ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലേക്ക് പെട്ടെന്നൊരു ഡൈവേർഷൻ അവിടെ സംഭവിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് ഇൻക്രീസ് ചെയ്യും. ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസിന് ഓഫർ എ വെരി സബ്സ്റ്റാൻഷ്യൽ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇറ്റ് റെഡ്യൂസസ് പോവർട്ടി. ഇവിടെ നമ്മൾ ടാക്സ് ഇമ്പോസ് ചെയ്തത് ഹൈലി ടെക്നോളജിക്കലി ഉയർന്നു നിൽക്കുന്ന ചില ഇൻഡസ്ട്രീസിലാണ്. അവർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ആണ്. ഇപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് നിൽക്കുന്ന ഇൻഡസ്ട്രീസിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റുകളിലേക്ക് ഈ പറഞ്ഞ ഡീവിയേഷൻ പറഞ്ഞ റിസോഴ്സസ് ഡീവിയേറ്റ് ചെയ്യും. ആളുകൾക്ക് അവിടെ കൂടുതൽ തൊഴിൽ ലഭിക്കും. കാരണം അവിടെ കൂടുതൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഹെവി ടാക്സസ് ഓൺ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലാർജ് ഇൻഡസ്ട്രീസ് ഹാവ് ഫേവറബിൾ ഇഫക്റ്റ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ. ഹൗ? ഇവിടെ പറഞ്ഞത് റിസോഴ്സസ് ഡീവിയേറ്റഡ് ടു ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ്, അതുവഴിയായിട്ട് കൂടുതൽ അവിടെ പ്രൊഡക്ഷൻ സംഭവിക്കും. പ്രൊഡക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലേബറിനുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ലേബറിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് റൈറ്റ് അവിടെ ഇക്കോണമിയിലെ സൊസൈറ്റിയിൽ ഇൻക്രീസ് ചെയ്യും. എല്ലാവർക്കും ഇൻകം കിട്ടുകയും ചെയ്യും. അത് പോവർട്ടി റിഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
നേരത്തെ നമ്മൾ എക്സൈസ് ഡ്യൂട്ടീസിലാണ് ക്യാൻ അച്ചീവ് ഫേവറബിൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞു. എക്സൈസ് ഡ്യൂട്ടീസ് ഓൺ ലക്ഷറി ഗുഡ്സ്, ഹെവി ടാക്സസ് ഓൺ ഗുഡ്സ് പ്രൊഡ്യൂസ് ബൈ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. രണ്ടും ഈ ഡിസ്ട്രിബ്യൂഷനെ ഫേവറബിൾ ആയിട്ട് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് നോ അഡേഴ്സ് എഫക്റ്റ് ആണ്. ഗിവ് പ്രൊട്ടക്ഷൻ ടു ഹോം ഇൻഡസ്ട്രീസ്, ഇറ്റ് റെഡ്യൂസ് ദ കൺസംഷൻ ഓഫ് റിച്ച്. ഇമ്പോർട്ട് വിൽ ഫോൾ. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടീസിൽ വരുമ്പോൾ ഗിവ് പ്രൊട്ടക്ഷൻ ടു ഹോം ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഹെവി ഇമ്പോർട്ട് ഡ്യൂട്ടി കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന വസ്തുക്കളിലെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. കാരണം അവർ സ്വാഭാവികമായിട്ടും അവർക്ക് വന്ന ടാക്സ് ഷിഫ്റ്റിങ്ങിലൂടെ കൺസ്യൂമർക്ക് പാസ് ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ വില കൂടാം. അപ്പോൾ ലക്ഷറി ഗുഡ്സിൻ്റെ കൺസംഷൻ ഇത് കുറയ്ക്കുന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. Direct tax and distribution. Direct tax can be suitably used to reduce inequalities in the distribution of income and wealth. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് നേച്ചറാണ്. ഇൻകം ടാക്സ് അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള, അല്ലെ, വെൽത്ത് ടാക്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അത് റിച്ചിന് മുകളിലാണ് എപ്പോഴും നിൽക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അൺഏൺഡ് ഇൻകം ആൻഡ് വിൻഫോൾ പ്രോഫിറ്റ്സ് മേ ബി ടാക്സ് അറ്റ് ഹയർ റേറ്റ്സ് ദാൻ ഇൻകം ഏൺഡ് ത്രൂ ഹോണസ്റ്റ് മീൻസ്. അപ്പോൾ അൺഏൺഡ് ഇൻകം ആൻഡ് വിൻഫോൾ പ്രോഫിറ്റ്സ് മേ ബി taxed at higher rates than income earned through honest means. Property tax എന്ന് പറയുന്നത് reduce property in hands of property owners. If the income of inherited property is subject to higher taxation, may have more desirable effect. പിന്നെ ഇവിടെ progressive tax on the value of land and progressive capital levy may also reduce inequalities എന്നുള്ളത്. അപ്പോൾ പ്രോഗ്രസീവ് ടാക്സ് ഓൺ ദ വാല്യൂ ഓഫ് ലാൻഡിലെ പ്രോഗ്രസീവ് ടാക്സ് വരികയാണ്. പ്രോഗ്രസീവ് ക്യാപിറ്റൽ ലെവി, ഇതെല്ലാം ഇനീക്വാളിറ്റി ഇക്കോണമിയിൽ കുറച്ച് കൊണ്ടുവരും. കൂടുതൽ ലാൻഡുള്ള ആളുകൾക്ക് കൂടുതൽ പൈസ കൊടുക്കും. ദാറ്റ് വി മീൻ ആസ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ ഓഫ് ദ ടാക്സ്. അതർ ഇഫക്ട്സ് ഓഫ് ടാക്സേഷനിൽ പറയുന്നത് റെഡ്യൂസ് ജനറൽ ലെവൽ ഓഫ് കൺസംഷൻ, റെഡ്യൂസ് ബിസിനസ് ആക്ടിവിറ്റി ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ ടാക്സേഷൻ എന്ന് പറയുന്നത് ജനറൽ ലെവൽ ഓഫ് കൺസംഷനെയും ബിസിനസ് ആക്ടിവിറ്റീനെയും എംപ്ലോയ്മെൻറ്റിനെയൊക്കെ കുറയ്ക്കുന്ന ഒന്നാണ്. പക്ഷേ ടാക്സേഷൻ ക്യാൻ ബി യൂസ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഇൻകം. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് ആണ് ഈ പറഞ്ഞ കൂടുതൽ നിൽക്കുന്ന ഇൻകത്തിനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുക. അത് വഴിയായിട്ട് കൺസംഷനും ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സും റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇവിടെ ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ ഇക്കോണമിയിലെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും കമ്മോഡിറ്റികളുടെ. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, അല്ലേ? ഇൻകം കൂടിക്കഴിഞ്ഞാൽ ആളുകൾ കമ്മോഡിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. കമ്മോഡിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമിയിൽ ചിലപ്പോൾ ഇൻഫ്ലേഷൻ ഇഫക്റ്റ് സംഭവിക്കാം. കാരണം പെട്ടെന്ന് ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനോ പെട്ടെന്ന് വന്നിട്ടുള്ള ഡിമാൻഡിൽ വന്നിട്ടുള്ള ഇൻക്രീസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വരിക പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിലേക്കാണ്. അത് ഇൻഫ്ലേഷണറി ഇഫക്റ്റ് ആണ് ഇക്കോണമിയിൽ സംഭവിക്കുക എന്നുള്ളതാണ്. Higher indirect tax may also reduce consumption. Depression വരുമ്പോൾ it is necessary to give relief to people in respect of income tax. അപ്പോൾ reduction of indirect tax വരികയാണെങ്കിൽ during deflation may have the same effect. അപ്പോൾ it is necessary to give relief to people in respect of income tax that helps to increase disposable income and a boost to demand for consumer goods. അപ്പോൾ ഡിപ്രഷൻ ടൈമിൽ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ ടാക്സ് കുറച്ച് കൊടുത്തിട്ടൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ഡിസ്പോസിബിൾ ഇൻകത്തിൽ ഇൻക്രീസിങ് സംഭവിക്കാം. ആ കൂടിയ ഇൻക്രീസ് ചെയ്ത് അതനുസരിച്ച് കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത്, അല്ലേ? ഇഫക്ട്സ് ഓഫ് ടാക്സേഷനിൽ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇത്രത്തോളമൊക്കെയാണ്. താങ്ക് യു.